ചെയ്യുമ്പോൾ നൂല് ചുരുണ്ട് കയറുന്നതും അതേപോലെ തന്നെ പെർഫെക്ഷൻ ഇല്ലാതെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ കറക്റ്റ് സൈസിലുള്ള നീഡിൽസ് യൂസ് ചെയ്യാത്തതും ബ്രാൻഡഡ് അല്ലാത്ത നീഡിൽസ് യൂസ് ചെയ്യുന്നതുമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൈലേഴ്സ് സ്മാർട്ട്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രോസ് ബക്കറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗോൾഡൻ നീഡിൽസിൽ വരുന്ന ഡിഫറെന്റ് സൈസസ് ഓഫ് നീഡിൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് 11 സൈസ് ആണ്. 11 സൈസ് കോമൺലി യൂസ് ചെയ്യുന്നത് വെരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഓർഗൻസ, ഷിഫോൺ അതേപോലത്തെ ലൈറ്റ് വെയിറ്റഡ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 11 സൈസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിട്ട് 14 സൈസ് ആണ്. 14 സൈസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള മെറ്റീരിയൽസ്, കോമൺലി യൂസ് ചെയ്യുന്ന കോട്ടൺ, റയോൺ അതേപോലെ കുറച്ചുകൂടെ വെയിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനാണ് 14 സൈസ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ട് 16 സൈസ് ആണ്. 16 സൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല ഹെവി വെയിറ്റഡ് മെറ്റീരിയൽസ് ആണ്. ജീൻസ്, ഡെനിംസ് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈപ്പിലുള്ള ഫാബ്രിക്സ് എല്ലാം ചെയ്യാൻ വേണ്ടി 16 സൈസ് നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ അതിന് പറ്റുന്ന നീഡിൽസ് കൂടെ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷൻസ് കൂടെ ഇംപെർഫെക്ഷൻസ് എല്ലാം മാറ്റിയിട്ട് കസ്റ്റമറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെലിവറബിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഗ്രോസ് ബക്കറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത്. ജർമ്മൻ മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ദ ബെസ്റ്റ് നീഡിൽ എന്ന് പറയാൻ പറ്റുന്നതാണ്. യൂസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും, യൂസ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്തോളൂ. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ മെട്രോപൊളിറ്റൻ നമ്പർ 33 ഓപ്പോസിറ്റ് ആയിട്ട് ലിനൻ ക്ലബ് ബിൽഡിംഗിലാണ്. ബൈ.